നമസ്കാരം. നോവൽ രോഗം ശാസ്ത്രജ്ഞർക്ക് ശാസ്ത്രജ്ഞ അന്ധവിശ്വാസങ്ങളിൽ പെടുന്നു. അതായത് ശാസ്ത്രജ്ഞർക്ക് പിഴവ് പറ്റുമ്പോൾ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മൾ ഈ അവതരണത്തിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശാസ്ത്രജ്ഞനെ മാത്രമല്ല, നമ്മളുടെ സഹയുക്തിവാദികളെയും മറ്റു യുക്തിവാദികളെ നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആർക്കാണെങ്കിലും ഈ പിഴവുകൾ പറ്റുമ്പോൾ അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം, അവയെ എങ്ങനെ തിരുത്താം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം മുൻകൂറിയായിട്ട് പറഞ്ഞോട്ടെ. എസൻസ് സഖാവർക്ക് നന്ദി. ഇതിൽ ഞാൻ ഒരു വിഷയമായിട്ട് ഇന്ന കാര്യം ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഠനത്തിന്റെ സോഴ്സോ നിങ്ങൾക്ക് ഉദ്ധരണി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് അയച്ചു തരാൻ തയ്യാറാണ്. എൻ്റെ മെയിൽ ID ഇവിടെയുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അല്ലെങ്കിൽ പിന്നെയും പറയുകയും ചെയ്യാം. സോഴ്സ് ലഭ്യമാണ്. പിന്നെ ഈ ഞാൻ ചെയ്ത സ്ലൈഡുകളുടെ PDF ഫ്രീ ആയിട്ട് ലഭ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ആമുഖത്തിലൂടെ തുടങ്ങാം. എന്താണ് നോവൽ രോഗം എന്നുള്ളത്? ആദ്യ ഭാഗം അതാണ്. അപ്പോൾ നോവൽ രോഗം ഒരു ലളിതമായിട്ടുള്ള നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോബൽ സമ്മാനം കിട്ടിയ ചില ശാസ്ത്രജ്ഞന്മാർ ആ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങളുടെ പ്രചാരകരായി മാറുക. ഇത് ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ നോബൽ രോഗം എന്ന് പറയുന്നത്. ഇതൊരു ആക്ച്വലി ഞാൻ കോട്ടിലിട്ടിരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഇതൊരു ശരിക്കുള്ള വൈദ്യശാസ്ത്ര രോഗമല്ല. ഇതൊരു സാധാരണ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു പ്രതിഭാസം മാത്രമാണ്. അതാണ് നമ്മളൊരു കാര്യം മനസ്സിലാവണം. നമ്മളിവിടെ ഒരു 3 പേരെ കുറിച്ചാണ് പറയുമ്പോൾ 3 പേരും ശാസ്ത്രീയ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു, അവരുടെ അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് നമുക്ക് അവർക്ക് ഉണ്ടായ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ കഴിയും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് ഒന്നാമത്തെ ഭാഗത്ത് ചർച്ച ചെയ്യുന്നു. ഈ ആളുകളെ പരിചയമുണ്ടോ? ഒന്ന് ലിനസ് പോളിംഗ്, വളരെ ഫേമസ് ആയിട്ടുള്ള കെമിസ്റ്റാണ്. രണ്ടാമത്തെ ലൂക്ക് മോണ്ടാഗ്നി, ഒരു ബയോളജിസ്റ്റാണ്. അടുത്തത് ജെയിംസ് വാട്സൺ, DNA കണ്ടുപിടിച്ച ശാസ്ത്രം. അപ്പോൾ നമ്മൾ ആദ്യം ലിനസ് പോളിങ്ങിനെ ചർച്ച ചെയ്യാം. രാസവസ്തുക്കൾ ഒത്തുചേരുന്നതിൻ്റെ ഈ നമ്മുടെ അതിനുള്ളിലുള്ള പല കാര്യങ്ങളുണ്ട്. സ്വഭാവം എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഉള്ള കാര്യങ്ങൾ വിശദീകരിച്ചതിന് 1954 കെമിസ്ട്രിയിലെ നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് ലിനസ് പോളിംഗ്. എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ലിനസ് പോളിംഗ്. ഒരു സംശയമില്ല. അത് മാത്രമല്ല, ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹം വളരെ നല്ല ഒരാളായിരുന്നു. കാരണം 1962 ഇദ്ദേഹത്തിന് സമാധാനത്തിന് നോബൽ സമ്മാനം കൂടി കിട്ടി. നമ്മുടെ ന്യൂക്ലിയർ ഡിസാർമമെന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആണവ നിരായുധീകരണം, ഉള്ള ആണവായുധങ്ങൾ ഒരുപാടായി പോയായിരുന്നു അമേരിക്ക റഷ്യയൊക്കെ ആയിട്ട്. അത് ഒരുപാട് കുറച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഭൂമിയിൽ ഉണ്ടായിരുന്ന ഈ സാധനം വളരെ വളരെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്ക റഷ്യ. ഇതിനു വേണ്ടി ഇദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് മുന്നിൽ നിന്നിരുന്ന ഒരാളാണ് പോളിംഗ്. നല്ലൊരു ശാസ്ത്രജ്ഞൻ, നല്ലൊരു മനുഷ്യൻ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ അന്ധവിശ്വാസം, വിറ്റമിൻ C അടക്കമുള്ള വൈറ്റമിനുകൾ വലിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ, വൈറ്റമിൻ മെഗഡോസിങ് എന്ന് പറയും, ഈ വലിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ക്യാൻസർ വരില്ല എന്നൊക്കെ വിശ്വസിക്കുകയും അത് TV-യിലും മറ്റും പൊതുവെ നടന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ക്യാൻസർ വരില്ല എന്ന് പറഞ്ഞ് വൈറ്റമിൻ മെഗഡോസ് ചെയ്തുകൊണ്ട് നടന്ന പോളിംഗ് ക്യാൻസർ പിടിച്ചാണ് മരിച്ചത്. അത് ഈ പറഞ്ഞതിലൊരു വിരോധാഭാസം. പക്ഷേ വിറ്റമിൻ ഒരുപാട് കഴിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. ഒരു പരിധിക്കപ്പുറം വിറ്റമിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് വെറുതെ മൂത്രമൊഴിച്ച് പോവുകയുള്ളൂ. നമ്മുടെ മിക്കവാറും വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം മൂത്രമൊഴിച്ച് പോവല്ല, ഒരു ഗുണവുമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു അദ്ദേഹം വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തത്. അതായത് അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ള പാഠങ്ങൾ, പോളിങ്ങിന്റെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠങ്ങൾ, സ്വന്തം മേഖലയ്ക്ക് പുറത്ത്, പോളിംഗ് ഒരു കെമിസ്റ്റ് ആയിരുന്നു, ആ മേഖലയ്ക്ക് പുറത്ത് പോളിങ്ങിന് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ഒരു നല്ല കാര്യവും മോശം കാര്യവും അദ്ദേഹം അതിൽ പറയും. ഉദാഹരണത്തിന് നമ്മളുടെ ആണവ നിരായുധീകരണത്തിന്റെ കാര്യത്തിൽ വന്നപ്പോൾ പോളിംഗ് പറഞ്ഞ നല്ല കാര്യം, പക്ഷെ നമ്മുടെ കെമിസ്ട്രിയുടെ കാര്യത്തിൽ എന്താണ് വിറ്റമിനുകളുടെ കാര്യത്തിൽ വന്നപ്പോൾ പോളിംഗ് പറഞ്ഞത് മോശമാണ്. നല്ലതോ മോശമോ ശാസ്ത്രജ്ഞർ സ്വന്തം മേഖലയ്ക്ക് പുറത്ത് കിടന്ന് ഒരു കാര്യം പറയുമ്പോൾ അത് നല്ലതോ മോശമോ അവർക്കൊരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിലൊരു പ്രാമുഖ്യം കൊടുക്കേണ്ട കാര്യമില്ല. സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന പോലെ തന്നെയാണ്. സ്വന്തം മേഖലയ്ക്ക് അപ്പുറം ഒരു ശാസ്ത്രജ്ഞന്മാർ പ്രത്യേകിച്ച് കഴിവുള്ളവരല്ല. പിന്നെ സർവ്വരോഗ സംഹാരികളായിട്ട് എന്തെങ്കിലും എല്ലാ രോഗത്തിനും ഇതൊരു മരുന്നാണ് എന്ന് പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഫലപ്രദമല്ല എന്നുള്ളത് കൂടി നമ്മൾ ഇതൊക്കെ പഠിക്കാവുന്നു. പിന്നെ അടുത്ത ആൾ ലൂക്ക് മോണ്ടാഗ്നി. എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് അറിയാം, HIV വൈറസ്. HIV കണ്ടുപിടിച്ച ആളുകളിൽ ഒരാളാണ് ലൂക്ക് മോണ്ടാഗ്നി. അതിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസം 2009 വാട്ടർ മെമ്മറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അംഗീകരിക്കുന്ന രീതിയിൽ അദ്ദേഹം പേപ്പർ പബ്ലിഷ് ചെയ്തു. ഹോമിയോപ്പതി ഫലപ്രദമാണ് എന്നത് ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഈ വാട്ടർ മെമ്മറി സിദ്ധാന്തം.
ഇത് ന്യായീകരിച്ച് ഇദ്ദേഹം 2009 ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇത് പേപ്പർ പബ്ലിഷ് ചെയ്തത് അയാൾ തന്നെ ചെയർമാൻ, എഡിറ്റോറിയൽ ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കുന്ന ഒരു ജേർണലിലാണ്. അതായത് നമ്മുടെ തന്നെ ജേർണലിൽ നമ്മുടെ സ്വന്തം പേപ്പർ പബ്ലിഷ് ചെയ്യാം. ആ പരിപാടി ശരിയല്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നു. പിന്നെ നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും വാക്സിൻ വിരുദ്ധതയെ ഇദ്ദേഹം പറഞ്ഞവിടെ. കോവിഡ് വാക്സിൻ വിരുദ്ധതയോടുകൂടി ലൂക്ക് മൊണ്ടാലിയുടെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പാഠങ്ങൾ, നമ്മുടെ ലൂക്ക് മൊണ്ടാലിയുടെ ഏരിയ ആണ് വൈറോളജി, വാക്സിനേഷൻ, ഇതൊക്കെ വരുന്നത്. ആ മേഖലയിൽ പോലും ശാസ്ത്രജ്ഞർക്ക് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറ്റാം. അപ്പം മാത്രമല്ല, ഞാനൊരു എന്താ പറയുക, ജേർണലിൽ പബ്ലിഷ് ചെയ്ത ഒരു പഠനം മോശമായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് ഗവേഷണ ജേർണലുകളിൽ തന്നെ വിശ്വസനീയമായും ചവറുമായിട്ടുള്ള ജേർണലുകളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഹോമിയോപ്പതിയെ പോലെ തെളിയിക്കപ്പെട്ട അന്ധവിശ്വാസത്തെ ആര് പിന്തുണച്ചിട്ടും കാര്യമില്ല, ഏത് ശാസ്ത്രം പിന്തുണച്ചിട്ടും കാര്യമില്ല, അത് അന്ധവിശ്വാസം തന്നെയാണ്. ഇതാണ് നമുക്ക് ഈ മൊണ്ടാലിയുടെ കാര്യത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ ജെയിംസ് വാട്സൺ DNA ഘടന കണ്ടെത്തിയതിന് നോബൽ സമ്മാനം കിട്ടിയ ഒരാളാണ് വാട്സൺ. മറ്റേത് ഫ്രാൻസിസ് ക്രിക്ക്. കിട്ടാതെ പോയ ഒരാൾ റോസലിൻ ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിൻ്റെ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്താ പറയുക, പിക്ചറുകളിൽ നിന്നാണ് വാട്സണും ക്രിക്കും ഇതുണ്ടാക്കിയത്. അവര് നമ്മുടെ വാട്സൺ ഈ ഫ്രാങ്ക്ലിൻ മരിച്ചു പോയതുകൊണ്ടാണ് നോബൽ പ്രൈസ് കിട്ടാത്തതെന്നാണ് പലരും പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാന അന്ധവിശ്വാസം ജെയിംസ് വാട്സനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് വംശീയത, മെലനിൻ അല്ലെങ്കിൽ തൊലിക്കറുപ്പ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഈ ദേശത്തിനും ഹിംസാത്മകതയ്ക്കും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് പലവട്ടം പൊതുവെ നമ്മുടെ ജേർണലിസ്റ്റുകളോടും അല്ലാതെ നമ്മുടെ പ്രസംഗത്തിലുമൊക്കെ വാട്സൺ പലവട്ടം വാങ്ങിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, സ്വന്തം ലാബിൽ സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ടാണ് തനിക്ക് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പറ്റിയത്. സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ലാബിൽ ഒന്നും നടക്കില്ലായിരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള സ്ത്രീവിരുദ്ധം, അതായത് ആണുങ്ങൾ വായി നോക്കി പോകുന്നു, ഒന്നും നടക്കില്ലായിരുന്നു എന്നൊക്കെ വാട്സൺ അടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ വാട്സന്റെ കോട്ടിന്റെ സോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ തരട്ടോ. അപ്പോൾ ഇതാണ്, അങ്ങനെയുള്ള ഗീർവാണങ്ങൾ വാട്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യം, ഫ്രാങ്ക്ലിന്റെ സ്ലൈഡ് എടുത്ത് വെച്ച്, അതായത് സ്ത്രീ ആയിട്ടുള്ള റോസലിൻ ഫ്രാങ്ക്ലിന്റെ സ്ലൈഡ് എടുത്ത് വെച്ചിട്ടാണ്. സ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ വാട്സന് ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അതിനെ നേരെ വിപരീതമായിട്ട് സ്ത്രീവിരുദ്ധത പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്, ഒരു പ്രശ്നക്കാരനാണ്, നോട്ട് ചെയ്ത് വെക്കാവുന്ന ആളാണ്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാനുള്ള പാഠങ്ങൾ, ഒന്ന് മൊണ്ടാലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജനിതകത്തിന്റെ അടിസ്ഥാനമാണ് DNA. അദ്ദേഹത്തിന്റെ മേഖലയിൽ പോലും എന്താ ജനിതകമായിട്ട് വംശീയതയുണ്ട് എന്നുള്ള മണ്ടത്തരം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആളാണ് വാട്സൺ. അതാണ് സ്വന്തം മേഖലയിൽ പോലും ശാസ്ത്രജ്ഞർക്ക് വീണ്ടും ഗുരുതരമായിട്ടുള്ള പിഴവുകൾ പറ്റും. പിന്നെ ഒരു ശാസ്ത്രജ്ഞന് അവരുടെ വിശ്വാസത്തിനനുസരിച്ച് എന്തും ഇവരുടെ പബ്ലിക്കിൽ വിളിച്ചു പറയും. അതിന് വ്യക്തമായിട്ടുള്ളൊരു ഗവേഷണ പ്രബന്ധമോ തെളിവുകളുടെ എന്താ പറയുക പിൻബലമോ ഇല്ലെങ്കിൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കുന്നതല്ലേ. ശാസ്ത്രജ്ഞ പൊതു മേഖലയിൽ ഏത് ശാസ്ത്രജ്ഞൻ എന്ത് പറയും, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇതിൽ നിന്നുള്ള പാഠങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി മുമ്പിലേക്ക് പോകാനുള്ള കാര്യം ഇതാണ്. വ്യക്തികളല്ല സയൻസ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സയൻസ് എന്നുള്ളതും സയന്റിസ്റ്റുകൾ എന്നുള്ളതും ചെറുതായിട്ട് മാറിയിരിക്കുന്നുണ്ട്, ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ചെറുതായി മാറിയിരിക്കുന്നുണ്ട്. നോബൽ സമ്മാനം കിട്ടുന്ന വ്യക്തികൾ പോലും തെറ്റ് പറ്റാത്ത ആളുകളായി. നോബൽ സമ്മാനം പോലും ഒരു വ്യക്തിയെ തെറ്റാവാനും കിട്ടാത്തവരാക്കുന്നില്ല എന്നുള്ളതാണ് ഫ്യൂറിയസ് ചെയ്യും. പിന്നെ ഒരു ശാസ്ത്രജ്ഞയ്ക്ക് പറ്റുന്ന സയൻസിന്റെ തെറ്റല്ല. സയൻസിന് തെറ്റ് പറ്റാം. സയൻസിന് തെറ്റ് പറ്റുന്നതിനെ കുറിച്ച് ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. സയൻസിന് തെറ്റ് പറ്റാം, പക്ഷെ ശാസ്ത്രജ്ഞർക്ക് പറ്റുന്ന വ്യക്തിപരമായിട്ടുള്ള പിഴവുകളല്ല സയൻസിന്റെ പിഴവുകൾ, അത് വേറെ പിഴവുകൾ. ഇത് രണ്ടും നമ്മൾ മാറ്റി കാണാൻ കഴിയണം. പിന്നെ ഒരു വ്യക്തിയുടെ അഭിപ്രായം സയൻസിന്റെ അഭിപ്രായമാണെന്ന് കരുതി വെക്കുന്നത്. വാട്സൺ ഒരു മഹാശാസ്ത്രജ്ഞനായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സയൻസിന്റെ അഭിപ്രായമില്ല. പോളിൻ മഹാശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം എപ്പോഴും സയൻസിന്റെ അഭിപ്രായമാവില്ല. ഇതെടുത്തിട്ട് നമ്മൾ യുക്തിവാദികൾക്ക് പ്രസക്തമായിട്ടുള്ള ഒരു ഉദാഹരണം ആണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. റിച്ചർഡ് ഡോക്കിൻസ് എന്തുകൊണ്ട് ഒരു മോശം ശാസ്ത്ര പ്രചാരകനാകുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇതൊരു മോശം സോഴ്സ് ആകുന്നു എന്നുള്ളതിന് രണ്ടാം ഭാഗത്ത് ഒരു യുക്തിവാദികൾക്ക് പ്രസക്തമായിട്ടുള്ള ഉദാഹരണം ചർച്ച ചെയ്യുന്നു. യുക്തിവാദികളുടെ ഒരു വിശുദ്ധ പശുക്കളുടെ ഒരാളാണ് റിച്ചർഡ് ഡോക്കിൻസ്. ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അവതരണങ്ങളിൽ ഞാൻ പലവട്ടം ഉദ്ധരിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് റിച്ചർഡ് ഡോക്കിൻസ്. അതുപോലെ വായിച്ചിട്ടുള്ള പല പുസ്തകങ്ങളും ഡോക്കിൻസിൻ്റെ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ദ്രിയങ്ങൾക്കപ്പുറം എന്നുള്ള എൻ്റെ ഒരു മുൻ അവതരണമുണ്ട്. ആ അവതരണത്തെ പ്രചോദിപ്പിച്ചത് തന്നെ ഡോക്കിൻസിന്റെ അൺവീവിംഗ് ദ റെയിൻബോ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതായത് അത്രയ്ക്കും ഡോക്കിൻസുമായിട്ട് എൻ്റെ ഒരു വായനയും ഇതൊക്കെ ഇടപഴകി കിടക്കുന്നുണ്ട്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഡോക്കിൻസിനെ വിമർശിക്കുന്ന വ്യക്തിവൈരാഗ്യം കൊണ്ടല്ല,
പറയേണ്ട ആവശ്യകതകൊണ്ടാണ്. കാരണം മലയാള നമ്മുടെ ഒരു ഭാഗത്ത് ഡോക്കിൻസിനെ ഈ വ്യക്തമായിട്ട് വിമർശിച്ച് കണ്ടിട്ടില്ല എന്ന് ഞാനെനിക്ക് ഫേസ്ബുക്കിൽ അതേക്കുറിച്ച് എഴുതിയിട്ടോ. ഒരുപാട് ആളുകൾ പറഞ്ഞു ഈ വ്യക്തമായിട്ട് ഈ വിമർശനം നമ്മുടെ മലയാള സ്ഫിയറിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു ചെറിയ പ്രചോദനം ആണ്. ട്രാൻസ്വിരുദ്ധ പറയുന്നുണ്ട്, സ്ത്രീജനേന്ദ്രിയ ഛേദനത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നുണ്ട്, ലിംഗാധിഷ്ഠിത ആക്രമണത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി മാത്രം ഈ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഡോക്കിൻസിന്റെ വലിയ പരിമിതികളായിട്ട് 4 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഡോക്കിൻസ് പ്രസിദ്ധമായിട്ടുള്ള സെൽഫിഷ് എന്ന് പറയുന്ന ഡോക്കിൻസിന്റെ തിയറി. 2, ഡോക്കിൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള സ്ത്രീവിരുദ്ധത. 3, ഡോക്കിൻസിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടുണ്ടായിട്ടുള്ള ട്രാൻസ്വിരുദ്ധത. 4, ഈ അടുത്ത കാലത്ത് കുറച്ച് ആളുകളെങ്കിലും കേട്ടിട്ടുണ്ടാവും ഡോക്കിൻസ് താനൊരു കൾച്ചറൽ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയി. ഡോക്കിൻസിന്റെ സാംസ്കാരിക ക്രിസ്ത്യാനി എന്നുള്ള സർക്കാർ. അപ്പോൾ നമ്മൾ ആദ്യം സെൽഫിഷ് ജീൻ എന്നുള്ളതിന് എന്താണ് പ്രശ്നം എന്നുള്ളത് പറയും. ഡോക്കിൻസ് ജീൻ കേന്ദ്രീകൃതമായിട്ടുള്ള പരിണാമ വീക്ഷണമാണ് അവതരിപ്പിച്ചത്. അതായത് ജീനുകളാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്, അതായത് ശരീരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള അവസ്ഥയിലാണ് ഡോക്കിൻസിന്റെ സിദ്ധാന്തങ്ങൾ. ആ സെൽഫിഷ് ജീൻ തിയറി എന്ന് പറയുന്നത്, ഈ സെൽഫിഷ് ജീൻ ആക്ച്വലി എൻ്റെ വീട്ടിലിരിക്കുന്ന ഞാൻ വായിച്ച കോപ്പിയാണ് കേട്ടോ. ഇത് ഈ സെൽഫിഷ് ജീൻ തിയറി എന്ന് പറയുന്നത് പല ഗവേഷണ പ്രബന്ധങ്ങളിലും തെറ്റാണ് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഡെന്നിസ് നോവലിന്റെയും റേമണ്ട് നോവലിന്റെയും ഒരു പേപ്പറിന്റെ ടൈറ്റിലാണ് ഒറിജിൻ ആൻഡ് ഡിവൈസ് ഓഫ് സെൽഫിഷ് ജീൻ തിയറി. സെൽഫിഷ് ജീൻ തിയറി എന്നുള്ളത് ഏതാണ്ട് 100% തെറ്റാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. പക്ഷേ ഇപ്പോഴും ഡോക്കിൻസ് ഈ സിദ്ധാന്തത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് പരിണാമം അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഡോക്കിൻസിന്റെ വലിയൊരു പരിധിയാണ്, നമ്മളെപ്പോഴും മനസ്സിലാക്കും. പിന്നെ ഉള്ളത് സ്ത്രീവിരുദ്ധത. സ്ത്രീവിരുദ്ധതയുടെ കഥയായിട്ട് എനിക്ക് പറയാനുള്ളത് 2011 നടന്നൊരു കഥയാണ്. എലവേറ്റർ ഗേറ്റ് എന്നാണ് ഈ കഥയ്ക്ക് പറയുന്നത്. റെബക്ക വാട്സൺ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി, പുള്ളിക്കാരി യൂട്യൂബറാണ്. ഇവരുടെ ഒരു നിരീശ്വരവാദ പരിപാടിയിൽ സ്ത്രീവിരുദ്ധതയെ കുറിച്ചുള്ള ഒരു പാനലാണ്. ഇതിൽ അവർക്ക് ഉണ്ടായിട്ടുള്ളൊരു പുരുഷനിൽ നിന്ന് ഒരു നിരീശ്വരവാദ പരിപാടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവം ഈ സ്ത്രീ പങ്കുവച്ചു. അതിൻ്റെ പേരിൽ ഒരുപാട് ഈ ക്രിമിനടിയെ മൂത്ത ആണുങ്ങൾ ഇവരെ ചീത്ത പറയാനും അധിക്ഷേപവും ഭീഷണിയും ഒക്കെ ആയിട്ട് പുറകെ പോയി. ഇവർ യൂട്യൂബറായിരുന്നു ഞാൻ പറഞ്ഞില്ല, ഇവര് വർഷങ്ങളോളം യൂട്യൂബിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്. അതുപോലെയുള്ള ഭീഷണിയാണ് ഇവർ നേരിട്ടത്. അപ്പോൾ ഇത് റബക്ക പറഞ്ഞത് കുറ്റവുമായിട്ട് ഇങ്ങനെ സ്ത്രീകൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എടുത്ത് പറയേണ്ടതാണ് എന്ന് PC മയേഴ്സ് എന്ന് പറയുന്ന വേറൊരു ശാസ്ത്രത്തിൽ പിന്തുണച്ച അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പിനെതിരെ ഡോക്കിൻസ് ഒരു കത്ത് പോലെ ഒരു മുഴുത്ത കമന്റ് എഴുതിയിട്ട്, ഒരു കവിത കത്ത് എന്നൊക്കെ പറയുന്നത് എഴുതി ഒരു സാധനം ഡോക്കിൻസ് എഴുതിയിട്ടുണ്ട്. ഇതാണ് അടുത്തത് വരുന്നത്. ഇതിലാണ് ഞാൻ പറഞ്ഞ കാര്യം. മുസ്ലിം സ്ത്രീകൾ, അതായത് ഹേ മുസ്ലിം സ്ത്രീയെ, നിനക്ക് ജനേന്ദ്രിയ ഛേദനം നേരിടേണ്ടി വരുന്നു, ഭർത്തൃപീഡനം നേരിടേണ്ടി വരുന്നു, വധഭീഷണി നേരിടേണ്ടി വരുന്നു. പക്ഷെ ഇവിടെ എന്താ പറയാ, ആണുങ്ങൾ ചെറുതായിട്ട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്, അതാണ് വലിയ പ്രശ്നം എന്ന് ഇവിടുത്തെ സ്ത്രീകൾ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ വളച്ചൊടിച്ച് ഈ ഡോക്കിൻസ് ഈ നമ്മുടെ തരാങ്കുല എന്ന് പറയുന്ന PC മാസിന്റെ ബ്ലോഗിന്റെ വരാൻ ബ്ലോഗിലിട്ട കമന്റാണ്. ഇത്രയും മുഴുത്ത കമന്റ് ഈ സാധനം ഇയാള് ഈ ഒരു ആവശ്യമില്ലാതെ സ്ത്രീജനേന്ദ്രിയ ഛേദനമൊക്കെ എടുത്തുകൊണ്ട് വന്നല്ലോ. ഇത് വെച്ചിട്ടാണ് ഈ വാട്സനെ വിമർശിക്കാൻ പോയത്. ഇതിന് ലക്ഷണമൊത്തല്ലേ റെഡ് ഹെറിംഗ് എന്നല്ലാതെ വേറെന്താ പറയുന്നത്? ഇവിടെ എന്താ പറയുക, നമ്മളുടെ മതപരമായിട്ട് ഇസ്ലാമിക ഈ മതങ്ങൾ സ്ത്രീകൾക്കുണ്ട്, ഇസ്ലാമിക സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് ശരി. അതുകൊണ്ട് നിരീശ്വര സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന അസുരക്ഷിതത്വം എന്നുള്ളത് ഇല്ലാതെയാവും. ഇല്ല, മറ്റേത് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അതെടുത്തുകൊണ്ട് വന്ന് ഈ കൂടുതൽ എന്താ പറയുക, റബക്കെ ബാക്കിയുള്ള അവിടെയുള്ള എന്താ പറയുക, ഈ സ്ത്രീവിരുദ്ധത മൂത്ത ബാക്കിയുള്ള നിത്യവാദികൾ ക്രിമികീടങ്ങൾക്ക് അവരെ കൂടുതൽ ആക്രമിക്കാനുള്ള ശിവലായി വെച്ച ഡോക്കിൻസ് ആ സമയത്ത്. ഇതാണ് ഡോക്കിൻസിന്റെ സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത്. ഒരാവശ്യവുമില്ലാതെ സ്ത്രീകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ എടുത്തു പറഞ്ഞപ്പോൾ 2011 ഡോക്കിൻസ് അനാവശ്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ വെച്ച് കൊണ്ടുവന്ന് ആ ചർച്ച കംപ്ലീറ്റ് ചാവാണ്. ഇനിയുള്ളത് ട്രാൻസ്വിരുദ്ധത. ഡോക്കിൻസ് വളരെ വ്യക്തമായിട്ട് ട്രാൻസ്വിരുദ്ധത പറഞ്ഞിട്ടുണ്ട്. അത് പതിയെ കൂടി വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് 2015 അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റാണ്, വായിക്കാവോ? അപ്പോൾ ഇതാണ്, ട്രാൻസ് സ്ത്രീയാണോ അല്ല എന്നുള്ള രീതിയിലാണ് ക്രോമസോം വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അല്ല.
പക്ഷെ ക്രോമസോം വെച്ചിട്ട് ആരും സ്ത്രീയെ ഡിഫൈൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു പുരുഷനെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്വന്തം ക്രോമസോം ടെസ്റ്റ് ചെയ്തവരുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സ്വന്തം ക്രോമസോം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണോ ആണാണോ പെണ്ണാണോ തീരുമാനിച്ചത്? പിന്നെന്തിനാണ് ഈ പറഞ്ഞ ആണോ പെണ്ണോ തീരുമാനിക്കുമ്പോൾ ക്രോമസോമിന്റെ കാര്യം എടുത്തുകൊണ്ട് വരുന്നത്? അതാണ് പ്രശ്നം. ജെൻഡർ, അതായത് നമ്മൾ ആണോ പെണ്ണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള നമ്മളുടെ തോന്നൽ എന്ന് പറയുന്നത് മനസ്സിനകത്താണ്. അത് 100% നമ്മൾ ശരീരത്തിന്റെ ഒരു ഇതായിട്ട് നമ്മൾ വെറുതെ പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ക്രോമസോമിന്റെ ഇതായിട്ട് പറയുന്നത് ശരിയല്ല. ശാരീരികമായിട്ട് നമുക്ക് ശരീരം മനസ്സ് കണക്ഷനൊക്കെ നമുക്ക് പറയാം, പക്ഷെ ക്രോമസോമിലാണെന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല, നമ്മുടെ UK ബയോബാങ്ക് നടത്തിയ ഒരു പഠനത്തിൽ 500-ൽ 1 പുരുഷനെങ്കിലും, അവിടുത്തെ ബയോബാങ്ക് ഡാറ്റാബേസിൽ 500-ൽ 1 പുരുഷനെങ്കിലും ഒരു എക്സ് ക്രോമസോം അല്ലെങ്കിൽ ഒരു വൈ ക്രോമസോമോ കൂടുതലുണ്ട്. അതായത് പുരുഷന്മാരിൽ ഉള്ള കണക്കാണത്. ഈ പുരുഷന്മാരിൽ 500-ൽ ഒരാളെങ്കിലും XXY അല്ലെങ്കിൽ XYY ആണ്, അല്ലാതെ XY ക്രോമസോം ആണവരല്ല പുരുഷന്മാർ. 500-ൽ ഒരാൾ, അത് ചെറിയ അളവല്ല. അതുപോലെ നമ്മൾ ജെൻഡർ നിർവഹിക്കുന്ന ക്രോമസോമുകളും ഉണ്ടാകും. അതുകൊണ്ട് ഈ ട്രാൻസ് സ്ത്രീകളല്ല എന്നുള്ളതിന് റിച്ചർഡ് ഡോക്കിൻസ് ഉണ്ടാക്കിയ ന്യായീകരണം അവിടെ പോലും സാധുവാകുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഡോക്കിൻസ് മോശമായി എന്നുള്ള അവസ്ഥ. 2021-ൽ ജെൻഡർ എന്നുള്ള സങ്കല്പം തന്നെ ശാസ്ത്രവിരുദ്ധമാണ് എന്ന് വാദിക്കുന്ന ഒരു പുസ്തകം, എന്താ പറയുക, എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ഡെബ്ര സോ എന്ന് പറയുന്ന ഒരു ട്രാൻസ് വിരുദ്ധയായിട്ടുള്ള സ്ത്രീയുടെ ഈ എഴുത്ത് ഡോക്കിൻസ് പ്രശംസകളോടെ പങ്കിട്ടു. അത് നല്ല പുസ്തകമാണ്, ഉഗ്രം പുസ്തകമാണ്, എല്ലാവരും വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ ഒരു ട്രാൻസ് വിരുദ്ധമായിട്ടുള്ള പുസ്തകം 2021-ൽ ഡോക്കിൻസ് പബ്ലിക്കായിട്ട് പങ്കിട്ടു. ഇതിന് ശേഷം 2023-ൽ ഹെലൻ ജോയ്സ് എന്ന് പറയുന്ന വേറൊരാളുടെ പുസ്തകവും ഡോക്കിൻസ് പങ്കിട്ടിട്ടുണ്ട്. അങ്ങനെ ഡോക്കിൻസ് ഈ എന്താ പറയുക ട്രാൻസ് വിരുദ്ധരുടെ വാദങ്ങൾ പതിയെ തള്ളി പൊക്കി കയറ്റി വിടുന്നുണ്ട്. ഈ കാര്യം 2021-ൽ തന്നെ സംഭവിച്ച വേറൊരു കാര്യം, അമേരിക്കൻ ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന അവിടുത്തെ മാനവികതാവാദികളുടെ അസോസിയേഷൻ ഉണ്ട്. അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോക്കിൻസ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് യൂസ് ദ ഗൈസ് ഓഫ് സയന്റിഫിക് ഡിസ്കോഴ്സ് ടു ഡിമീൻ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ആൻഡ് അപ്രോച്ച് ആന്റിതെറ്റിക്കൽ ടു ഹ്യൂമനിസ്റ്റ് വാല്യൂസ്. അത് മാനവികതയ്ക്ക് വിരുദ്ധമായിട്ട് നമ്മളുടെ പരിവൽക്കരിക്കപ്പെട്ട ആളുകളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ശാസ്ത്രീയം എന്നുള്ള എന്താ പറയുക ഈ രൂപത്തില് ഇതെവിടെ എന്താ പറയുക അമാനവികമായിട്ടുള്ള വാദങ്ങൾ ഇയാൾ തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഡോക്കിൻസ് എന്നുള്ളത് പറഞ്ഞിട്ട് 1996-ൽ ഹ്യൂമനിസ്റ്റ് ഓഫ് ദി ഇയർ എന്നൊരു അവാർഡ് അമേരിക്കൻ ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ ഡോക്കിൻസിന് കൊടുത്തിരുന്നു. അത് 2021-ൽ അമേരിക്കൻ ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ തിരിച്ചെടുത്തു. ഇല്ല, ഇത് ഞങ്ങൾ കൊടുത്ത അവാർഡ് ഞങ്ങൾ പിൻവലിക്കുകയാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം നമുക്ക് ഇവിടെ കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ 2021-ൽ വളരെ പബ്ലിക്കായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. പുറം നാട്ടിലെ യുക്തിവാദികൾക്ക് ഡോക്കിൻസിന്റെ പ്രശ്നം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഞാൻ പറയുന്ന അമേരിക്കൻ ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ പെർഫെക്റ്റ് ആണെന്നല്ല, പക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പുറം നാട്ടിലെ യുക്തിവാദികൾക്ക് ഡോക്കിൻസിന്റെ പ്രശ്നം ശരിക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് മാത്രമല്ല പഠനവും. ഇനി ഈ അടുത്തുണ്ടായിട്ടുള്ള നമ്മുടെ ഡോക്കിൻസിന്റെ ഇത്, ഞാൻ സാംസ്കാരിക ക്രിസ്ത്യാനിയാണ്, കൾച്ചറൽ ക്രിസ്ത്യനാണ് എന്ന് ഡോക്കിൻസ് പറഞ്ഞു. ഇഫ് ഐ ഹാഡ് ടു ചൂസ് ബിറ്റ്വീൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം, ഐ ചൂസ് ക്രിസ്ത്യാനിറ്റി എവറി സിംഗിൾ ടൈം. I mean, it seems to be a fundamentally decent religion in a way that I think Islam is not. എന്ന ലീഡിങ്സ് ബ്രിട്ടൻസ് കോൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു ലീഡിങ്സ് ബ്രിട്ടൻസ് കോൺവെർസേഷൻ ഒരു നമ്മുടെ സംഭാഷണ പരിപാടിയാണ്. അതിൽ ഒരാളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും, നമ്മുടെ വന്നിരിക്കുന്ന എന്താ പറയുക പ്രസിദ്ധനായിട്ടുള്ള ആളതിന് മറുപടി പറയും. ഡോക്കിൻസ് ആയിരുന്നു ഒരു ദിവസം ഇതിന് ലീഡിങ്സ് ബ്രിട്ടൻസ് കോൺവെർസേഷന് നമ്മുടെ ഇതിന് ശേഷം ഈസ്റ്ററിന് പിറ്റേ ദിവസം ഡോക്കിൻസ് ആവുന്നത്. ഡോക്കിൻസ് ഈ വിഷയത്തിൽ എന്താ പറയുക ക്രിസ്ത്യാനിറ്റി ഇസ്ലാമിനെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല മതമാണ് എന്ന് ഡോക്കിൻസ് ഇത് എടുത്തു പറയുന്നുണ്ട്. രണ്ടിലൊന്നാന്ന് കരുതേണ്ട കാര്യമില്ല, കാരണം ഡോക്കിൻസ് നിരീശ്വരവാദിയാണ്. ഡോക്കിൻസിന് മൂന്നാമതൊരു ചോയ്സ് അവിടെ വ്യക്തമായിട്ടുണ്ടെന്ന് അറിയാം. രണ്ടിലൊന്നാന്നുള്ളത് ഫാൾസ് ചോയ്സ് ഫാലസി. അത് ഡോക്കിൻസ് എഴുതുന്നത്. ബാക്കിയുള്ള ആളുകൾ ഈ പറഞ്ഞ എന്താ പറയുക ശരി, ചില ഫാലസികൾ ചില അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോൾ ശരിയാണ്. ഡോക്കിൻസിനെ പോലുള്ള ഒരാൾ ഈ സാധനം എഴുന്നേൽച്ചുകൊണ്ട് വരുമ്പോൾ അത് അബദ്ധമാണെന്ന് ധരിക്കാൻ നമുക്ക് ഒത്തിരി വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. കാരണം ഡോക്കിൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ റെട്ടറിക്കൽ ട്രിക്കായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതേ ചർച്ചയിൽ ഡോക്കിൻസ് ഒരുപാട് ന്യായീകരണങ്ങൾ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിനെ കുറ്റം പറയാനായിട്ട് ആഫ്രിക്കയിൽ നടക്കുന്ന ഒരുപാട് ഇസ്ലാം കാരണം ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച്
ഡോക്കിൻസ് സംസാരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഇന്റർവ്യൂവർ ആയിട്ടിരുന്ന ആള് തിരിച്ചു ചോദിച്ചു, അമേരിക്കയിൽ ക്രിസ്തുമതം ഒരുപാട് തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ തീവ്രമായിട്ടുള്ള അമേരിക്കൻ ക്രിസ്തുമതം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്കിൻസ് പറയാം, അയ്യോ ഞാൻ അവിടുത്തെ ക്രിസ്തുമതം അല്ലെ ഇവിടുത്തെ ക്രിസ്തുമതം, അതായത് ബ്രിട്ടനിലെ ക്രിസ്തുമതം ഉദ്ദേശിച്ചത്. ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ലോകത്ത് എവിടെ ഇസ്ലാമിലുള്ള ആര് കുറ്റം ഉണ്ടാക്കിയാലും അതല്ല ഇസ്ലാമിന്റെ കുറ്റം. പക്ഷെ ഡോക്കിൻസ് സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്തുമതം എന്ന് പറയുന്നത് UK ചക്കര ക്രിസ്തുമതം മാത്രം. ഇതേതാണ് ഫാലസി എന്ന് അറിയാമല്ലോ അല്ലേ നിങ്ങൾക്ക്? നോ ട്രൂ സ്കോട്സ്മാൻ. അതായത് ഞാൻ വിമർശിക്കുന്നത് ഈ ക്രിസ്ത്യാനി എന്നുള്ളത് ഞാൻ വിമർശിക്കുന്ന ആ ഒരു ചെറിയ സർക്കിളിനകത്ത് മാത്രം ഉള്ളൂ. അതായത് ക്രിസ്ത്യാനികൾ പ്രശ്നക്കാരല്ല എന്ന് പറയുമ്പോൾ പുറത്ത് അമേരിക്കൻ ക്രിസ്ത്യാനികൾ പ്രശ്നക്കാരാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ആ ക്രിസ്ത്യാനികൾ ഞാൻ ഉദ്ദേശിച്ച ക്രിസ്ത്യാനികളല്ല, ഇതാണ് വേറെ ഞങ്ങളുടെ ക്രിസ്ത്യാനികൾ, ഞാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ന്യായീകരിച്ച ഇന്റർവ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്കി എത്രമാത്രം ഡോക്കിൻസ് കിടന്ന് ഈ പൊളയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഈ ഒരുപാട് സർക്കസ് കളിച്ച് ഫാലസിയൊക്കെ കളിച്ചിട്ടാണ് ക്രിസ്ത്യാനിറ്റി ന്യായീകരിക്കുന്ന ഡോക്കിൻസ്. ഇനി എല്ലാം കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ഡോക്കിൻസ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത് എന്ന് ആലോചിക്കണം. ലണ്ടനിലെ ലെസ്റ്റർ സ്ക്വയറിൽ കുറച്ച് റമദാൻ വിളക്കുകൾ തൂക്കി. സാധാരണ അവിടെ ഈസ്റ്ററിന്റെ സമയത്ത് ഈസ്റ്റർ വിളക്കുകളാണ് തൂക്കുക. ഇത്തവണ നമ്മുടെ റമദാൻ ഈസ്റ്ററൊക്കെ അടുപ്പിച്ചാണല്ലോ വന്നത്. ആ ലെസ്റ്റർ സ്ക്വയറിൽ ഇത്തവണ തൂക്കിയത് റമദാൻ വിളക്കുകളാണ്. ഇത് കണ്ടിട്ടാണ് ഈ നമ്മുടെ ഡോക്കിൻസിനെ ഹാലിളക്കിയതും ഡോക്കിൻസ് സാംസ്കാരിക ക്രിസ്ത്യാനിയാണ് എന്നുള്ള കാര്യമൊക്കെ കയറി അടിച്ചു കയറ്റി വിട്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണ്. അതായത് ഡോക്കിൻസ് മുസ്ലിങ്ങൾ പ്രശ്നമല്ല, അതായത് മുസ്ലിംസ് ആർ നോട്ട് ദ പ്രോബ്ലം, ഇസ്ലാം ഇസ് ദ പ്രോബ്ലം എന്നുള്ള തരത്തിൽ, അത് ഡോക്കിൻസിന്റെ കോട്ടല്ലാട്ടോ, ആ ഒരു ഐഡിയ ആണ് ഡോക്കിൻസ് പറയുന്നത്. മുസ്ലിങ്ങളല്ല പ്രശ്നം എന്ന് ഡോക്കിൻസ് എടുത്ത് പറയുന്നുള്ളൂ, ആ ഒന്ന് തന്നെ പറയുന്നുള്ളൂ. പക്ഷേ മുസ്ലിങ്ങളുടെ സാംസ്കാരിക ചിഹ്നം കണ്ടാണ് ഡോക്കിൻസ് പേടിക്കുന്നത്. അതായത് റമദാൻ വിളക്കുകൾ കണ്ടിട്ടാണ് ഡോക്കിൻസിന് ഹാലിളകുന്നത്. മുസ്ലിങ്ങളോട് തന്നെ, മുസ്ലിങ്ങളുടെ സംസ്കാരത്തിനോട് തന്നെ അവിടെ ഒരു പേടിയുണ്ട് ഡോക്കിൻസ്. ആ പേടിയാണ് പ്രശ്നം. ഞാൻ പറയാം, ഈ സാംസ്കാരിക ക്രിസ്ത്യാനി, അതായത് ഐ ആം എ കൾച്ചറൽ ക്രിസ്ത്യൻ എന്നുള്ള ഡോക്കിൻസ് പ്രസ്താവന 2007 BBC കൊടുത്ത ഒരു ഇന്റർവ്യൂ തൊട്ട് ഡോക്കിൻസ് പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഡോക്കിൻസ് പറഞ്ഞു തുടങ്ങിയതാണ്. ഡോക്കിൻസ് പണ്ട് വരെ താൻ കൾച്ചറൽ ക്രിസ്ത്യനാണെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രിസ്തുമത പാട്ടുകൾ ഇഷ്ടമാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡോക്കിൻസ് ഉദ്ദേശിക്കുന്നത്. പള്ളിമണി താൻ എന്താ പറയുക വാങ്ക് വിളിക്കുന്നതിനൊക്കെ പുള്ളിക്ക് ഇഷ്ടമാണ്. ഇതൊക്കെയാണ് പുള്ളി അതിന് ന്യായീകരണമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കാം നമ്മൾ വളർന്ന സംസ്കാരത്തിലെ സാധനങ്ങളായിരിക്കുമല്ലോ നമുക്ക് ഇഷ്ടമാവുന്നത്. നമ്മളുടെ ദൈവ ആരാധനയെ കുറിച്ച് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഒറ്റയടിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. ഇസ്രായേലിൽ നാഥനായ വാഴും ഏകദൈവമാണ് എൻ്റെ തലയിലേക്ക് ആദ്യം വരുന്നത്. അങ്ങനെ ഓരോരുത്തരും പഠിച്ചതിനനുസരിച്ച് അവർക്ക് ഒരു സാംസ്കാരിക ഇതുണ്ടാവും. അതേ ഡോക്കിൻസ് പറയുന്നത്. പക്ഷേ ഒരു ഇസ്ലാം മതവിരുദ്ധതയല്ല, ഇസ്ലാം മതവിരുദ്ധതയ്ക്ക് ഒരു കുഴപ്പമില്ല, മുസ്ലിം വിരുദ്ധമാണ് ഡോക്കിൻസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ട് ഉണ്ടാകുന്നത്. അതാണ് അവിടെയുള്ള വലിയ പ്രശ്നം. മുസ്ലിം സാംസ്കാരിക ചിഹ്നങ്ങളോട് ഡോക്കിൻസിനെ നേടി. അപ്പോൾ ഞാൻ ഇതാണ് ഡോക്കിൻസിനെ കുറിച്ച് പറഞ്ഞത്. ഡോക്കിൻസിന് ഒരു 4 വലിയ പരിമിതികൾ ഞാൻ നോട്ട് ചെയ്യുന്നു. സെൽഫിഷും മറ്റേ എലവേറ്റർ ഗേറ്റിന്റെ കഥ പറഞ്ഞു, പിന്നെ ട്രാൻസ്വിരുദ്ധത പറഞ്ഞ് ഞാൻ ഡോക്കിൻസിന്റെ ട്വീറ്റുകൾ വെച്ചിട്ട്, പിന്നെ സാംസ്കാരിക ക്രിസ്ത്യാനിയായിട്ട് ഡോക്കിൻസ് എന്താണ് ഇത് ചെയ്യുന്നത്. ഇതാണ് ഒരു നല്ല സോഴ്സ് എന്ന നിലയിൽ സയൻസിന്റെ കാര്യത്തിൽ സെൽഫിഷും ട്രാൻസ്വിഷൻ ഇതിലൊന്നും ഡോക്കിൻസ് സയന്റിഫിക് ആയിട്ടുള്ള പെരുമാറുന്നത്. സ്ത്രീ വിരുദ്ധതയും മറ്റേ ഇസ്ലാം വിരുദ്ധതയും ഇതുപോലെയൊക്കെയുള്ള എന്താ പറയുക സാംസ്കാരികമായിട്ട് വലതുപക്ഷ എന്താ പറയുക ഒരു പിന്നോക്ക നിലപാടാണ് ഡോക്കിൻസ് ഈ വിഷയത്തിൽ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു യുക്തിവാദ രീതിയിൽ ഇത് നല്ല സോഴ്സായിട്ട് ഡോക്കിൻസിനെ എടുക്കുക സാധ്യമല്ലെന്നിരിക്കും. വേറൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് ഡോക്കിൻസിന്റെ പ്രശ്നം നോക്കി തപ്പിപ്പോയതല്ല. ആദ്യത്തെ ഈ എലവേറ്റർ ഗേറ്റിന്റെ സമയത്ത് തന്നെ ഏതാണ്ട് ഡോക്കിൻസിനെ പിന്തുടരുന്ന കാര്യം ഞാൻ നിർത്തിയിരുന്നു. 2015 മൊത്തമായിട്ട് നിർത്തി. ഇതിന് ശേഷം മറ്റ് യുക്തിവാദി പരിപാടികളിൽ ഡോക്കിൻസ് അമളി കാണിച്ചു എന്ന് പറഞ്ഞ് ഓരോ കാര്യം വരുന്നതിന്റെ വാർത്തകൾ കണ്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല ഡിസ്കസ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഇന്ന് രാവിലെ വരുന്ന വഴിക്ക് ഒരു പോയിന്റ് എടുത്ത് മാറ്റി. 5 പോയിന്റ് ഉണ്ടായിരുന്നത് 4 പോയിന്റാക്കി കുറയ്ക്കുക ചെയ്തു. അതായത് ഡോക്കിൻസ് കാണിച്ചിട്ടുള്ള അബദ്ധങ്ങൾ ഇത്രയോ ഒന്നുമല്ല. ഡോക്കിൻസിനെ നമ്മൾ ഒരു നല്ല സോഴ്സായി എടുക്കിക്കൂടാന്നുള്ള ഒരു കാര്യം. സയൻസ് ഒരു വിഷയത്തിനുള്ളിൽ മാത്രമാണ്. മുൻ തലമുറയിലെ മഹാഗുരുക്കന്മാർക്ക് തെറ്റുപറ്റില്ല എന്നുള്ള വിശ്വാസം അപകടമാണ് എന്ന പാഠമുള്ളത്. സയൻസ് alone of all subjects contains within itself lesson of the danger of belief of the infallibility of the greatest teachers of the preceding generation. റിച്ചർഡ് ഫൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ശാസ്ത്രജ്ഞന്റെ കോട്ടാണ്. അതായത്
മുൻ തലമുറയിലെ മഹാഗുരുക്കന്മാരെ നിഷേധിച്ച് മുന്നോട്ട് പോവുക, അവരുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് അതിനെ തിരുത്തുക എന്നുള്ളതാണ് സയൻസിന്റെ രീതി. എനിക്ക് സത്യം പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡോക്കിൻസിന്റെ തെറ്റ് കണ്ടുപിടിച്ചത്. ഞാൻ പറഞ്ഞ ഡോക്കിൻസിന്റെ അവതരണങ്ങൾ ഞാൻ പല സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ബുദ്ധിമുട്ടാണെങ്കിലും ഗുരുനിഷേധമാണ് സയൻസിന്റെ രീതി. എപ്പോഴും വേദനയോടെയാണെങ്കിലും നമ്മൾ തൽക്കാലം ഡോക്കിൻസിന് ഒരു സോഴ്സ് എന്നതിനെ ഒരു നല്ല യുക്തിവാദി എന്നുള്ളത് ഉയർത്തിപ്പിടിക്കുന്നു മാറ്റിയത്. ഇനി നമുക്ക് ഉള്ള കാര്യം, നമ്മൾ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യമാണ് പറഞ്ഞു തന്നത്. അത് ഈ ശാസ്ത്രജ്ഞന്മാർ മോശം സോഴ്സ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും, അതെങ്ങനെ സ്പോട്ട് ചെയ്യുക, ശാസ്ത്രജ്ഞന്മാർ മോശമാണെന്നുള്ള കാര്യം എങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മൂന്നാം ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇതൊരു എല്ലാ യുക്തിവാദ ഇതും പോലെ ഒരു നിയമങ്ങളല്ല ഇതൊന്നും. ഇതൊക്കെ തെറ്റുന്നത് ശരിയായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇതൊരു ചില ഷോർട്ട് കട്ടുകളാണ് നമുക്ക് കാര്യം സ്പോട്ട് ചെയ്യാനുള്ളത്. ഒന്ന്, അവർ ശാസ്ത്രജ്ഞക്ക് തെറ്റുപറ്റുന്ന നമുക്ക് എങ്ങനെ സ്പോട്ട് ചെയ്യാൻ കഴിയും. ഒന്ന്, അവരുടെ മേഖലയ്ക്ക് പുറത്ത് അഭിപ്രായം പറയാം. രണ്ട്, ഇതിലെ ശാസ്ത്ര സംഘടനകൾക്കെതിരെ അഭിപ്രായം പറയാം. മൂന്ന്, ഗവേഷണ പ്രബന്ധങ്ങൾക്കെതിരെ അഭിപ്രായം പറയാം. ഇതിൽ രണ്ടാമത്തെ പോയിന്റ് വേണമെങ്കിൽ വിശ്വാൻ ഡോക്ടർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു വരുമ്പോൾ പറയാം. ഈ മേഖലയ്ക്ക് പുറത്ത് പരിചയമില്ലാത്ത മേഖലയിൽ അഭിപ്രായം പറയുന്നതിന് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് പോളിങ്, കെമിസ്റ്റ് ആണ് പോളിങ്, കെമിസ്ട്രിയാണ് ചെയ്തതെന്ന് പറഞ്ഞത്. അദ്ദേഹം വൈദ്യശാസ്ത്രത്തിൽ നമ്മുടെ വൈറ്റമിനുകൾ വളരെ നല്ലതാണെന്ന് പറയുമ്പോൾ അതിനൊന്നും മൈൻഡ് ചെയ്യുന്നത്. ഇതേപോലെ ഡോക്കിൻസ് ഇത്തോളജിസ്റ്റാണ്. ഡോക്കിൻസ് എന്ന് പറയുമ്പോൾ ജന്തു സ്വഭാവമാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. അനിമൽ ബിഹേവിയർ ആണ് അദ്ദേഹത്തിന്റെ പ്രധാന ഏരിയ. അദ്ദേഹം ഹ്യൂമൻ ജെൻഡർ വിഷയത്തിൽ അഭിപ്രായം പറയും. നമ്മളതിനെ ഗൗരവമായിട്ട് കൊടുക്കേണ്ടതല്ല, മേഖലയ്ക്ക് പുറത്താണ്. മറ്റാരും പറയുന്ന ശരിയോ തെറ്റോ പോലുള്ള ഒരു അഭിപ്രായം, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ശാസ്ത്ര സംഘടനകൾക്കെതിരെ, സയൻസ് സംഘടനകൾക്കെതിരെ പോകും. സയൻസ് സംഘടന എന്ന് പറയുമ്പോൾ നമ്മുടെ പരിഷത്ത് അതുപോലെയുള്ള സയൻസ് സംഘടന അല്ലാതെ ഉദ്ദേശിക്കുന്ന സയന്റിസ്റ്റുകൾ സംഘമായിട്ട് നിൽക്കുന്ന സംഘടനകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മേഖലയിലെ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായങ്ങളുടെ സഞ്ചയമായിരിക്കും പൊതുവെ സംഘടനകളിൽ നിന്ന് വരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പല സംഘടനകളും രാഷ്ട്രീയപരമായിട്ട് ഈ ഏറ്റെടുത്ത കാരണം നമ്മൾ പല പരിമിതികളും ഇന്ത്യയിലെ ഇതുപോലുള്ള പല സംഘടനകൾക്കും ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്ത അല്ലെങ്കിൽ അത് കുറവുള്ള സംഘടനകളാണ് നമ്മൾ പൊതുവെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന് ഡോക്കിൻസിന്റെ ട്രാൻസ് എന്നുള്ള കാര്യം, ട്രാൻസ്ജെൻഡർ ഉണ്ട് എന്നൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ എന്താ പറയുക, വേൾഡ് പ്രൊഫഷണൽ അസോസിയേഷൻ ഓഫ് ട്രാൻസ്ജെൻഡർ ഹെൽത്ത് കെയർ, ഇതുപോലുള്ള WPATH എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്. പിന്നെ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഉണ്ട്, WHO ഉണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇങ്ങനെ ഒരുപാട് ഓർഗനൈസേഷനുകൾ ഇപ്പോൾ ട്രാൻസ് വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഇതുമായിട്ടുള്ള ആളുകൾ, ജെൻഡറും ട്രാൻസ്ജെൻഡറും ഇതുപോലുള്ള സംഭവങ്ങൾ ശരിയാണെന്നുള്ളത് ഡോക്കിൻസിന്റെ അഭിപ്രായം തെറ്റാണോ എന്ന് വളരെ വ്യക്തമായിട്ട് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്കിൻസ് ഇതിനെതിരെ പോകുന്നത് ശരിയായി. ഇത് പിന്നെ മോണ്ടാനയുടെ വാക്സിൻ കൊടുത്തതാണ്. ലോക ആരും ഒരു റെപ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിക്കൽ ഓർഗനൈസേഷൻ വാക്സിനെതിരെ പറയില്ല. അതാണ് നമ്മൾ വേറെ കാര്യം. പിന്നെ ഞാൻ വിശ്വാൻ ഡോക്ടറുടെ കേസ് പറഞ്ഞത്, നമ്മളുടെ ലിംഗാഗ്രഛേദനത്തെക്കുറിച്ച് വിശ്വാൻ ഡോക്ടർ നടത്തിയൊരു പ്രസംഗത്തിൽ നമ്മുടെ ഒരു ശാസ്ത്ര സംഘടന, അവിടുത്തെ അമേരിക്കയിലെ പീഡിയാട്രീഷ്യൻസിന്റെ സംഘടനയ്ക്കെതിരെയാണ് ഡോക്ടർ സംസാരിച്ചത്. ഒരിക്കൽ WHO പല അഭിപ്രായങ്ങൾക്കെതിരെ ഡോക്ടർ സംസാരിക്കുന്നു. പക്ഷെ അത് നമ്മൾ സംസാരിക്കുമ്പോൾ ഡോക്ടർ എന്തോ എടുത്തിട്ടാണ് പറയുന്നതെന്നല്ലോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടറുടെ അഭിപ്രായം ശരിയാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നത് ഇതാണ്. ഇതൊന്നും 100% നിയമമാണ്, ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ്, ഇന്നത് ചെയ്താൽ തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്. എന്താണ് ഇത്? ചില സൂചനകൾ മാത്രമാണ്. ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യുന്നത്. പിന്നെ ഗവേഷണ പ്രബന്ധങ്ങൾക്കെതിരെ ആ മേഖലയിൽ വരുന്ന തെളിവിൽ അധിഷ്ഠിതമായിട്ടുള്ള നിഗമനങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ തെളിവുകൾ തന്നെ ഒക്കെയാണ് ശാസ്ത്രത്തിലെ ഗവേഷണ പ്രബന്ധങ്ങൾ എന്ന് പറയുന്നത്. സയൻസിൽ നമ്മുടെ റിസർച്ച് പേപ്പർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇറ്റ് വിൽ ബി എവിഡൻസ് ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് കൺക്ലൂഷൻസ്. അതുകൊണ്ട് നമ്മൾ ഈ ഗവേഷണ പ്രബന്ധങ്ങൾക്കെതിരെ ഒരാൾ അഭിപ്രായം പറഞ്ഞിട്ട് അതിനെ നമ്മൾ വിലവെക്കേണ്ടത്. നമ്മളെ ഡോക്കിൻസിന്റെ ജീൻ കേന്ദ്രീകൃതമായിട്ടുള്ള സെൽഫിഷ് ജീൻ വ്യൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ അതിനെതിരെയുള്ള ഒരു പേപ്പർ ഞാൻ സൈറ്റ് ചെയ്തത് കണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഡോക്കിൻസിന്റെ ജീൻ കേന്ദ്രീകൃതമായിട്ടുള്ള ഈ പരിണാമ വീക്ഷണം എന്ന് പറയുന്നത് ഗവേഷണ പ്രബന്ധങ്ങൾക്കെതിരെ. വാട്സന്റെ വർഗീയത എന്ന് പറയുന്നത്, വംശീയത എന്ന് പറയുന്നത് ഈ ഒരുപാട് ഗവേഷണ പ്രബന്ധങ്ങൾക്കെതിരാണ്. അതിലൊരു വളരെ വ്യക്തമായിട്ടുള്ള ഗവേഷണ പ്രബന്ധം ഞാനിവിടെ സൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഏറ്റവും. ഇതാണ് ഗവേഷണ പ്രബന്ധങ്ങൾക്കെതിരെ സംസാരിക്കുന്ന. അപ്പോൾ ഈ എന്താ പറയുക, അതൊരു ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്താണ്, ഒന്ന് നമ്മൾ പറഞ്ഞു നടക്കുന്നുണ്ട് ഏതൊക്കെയായിരുന്നു പോയിന്റുകളെന്ന്. ഒന്ന്, മേഖലയ്ക്ക് പുറത്ത് സംസാരിക്കുന്നു. രണ്ട്, സയൻസ് സംഘടനകൾക്കെതിരെ സംസാരിക്കുന്നു. മൂന്ന്, ഗവേഷണ പ്രബന്ധങ്ങൾക്കെതിരെ സംസാരിക്കുന്നു.
ഇനി നമുക്ക് എങ്ങനെ തെറ്റുപറ്റാതെ നോക്കാം. അതായത് വേറൊരാൾ തെറ്റ് പറഞ്ഞു, ഓക്കെ, അത് നമ്മളെങ്ങനെ ആഗിരണം ചെയ്യാതെ നോക്കാം. ഒന്ന്, നമ്മൾ തന്നെ ഗവേഷണ പ്രബന്ധങ്ങൾ വായിക്കാൻ നോക്കുക. അപ്പം ബയോളജി ഒന്നും വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ല, എൻ്റെ ഏരിയ ഫിസിക്സ്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ കൂടി നമ്മളൊന്ന് വായിച്ചു നോക്കുക. ഒരു 20% 30% കിട്ടിയാൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര ഒറിജിനൽ സോഴ്സുകൾ നമ്മൾ വായിക്കാൻ നോക്കുക. പിന്നെ ഒന്നിലധികം ശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന നോക്കുക. അതായത് ഫിസിക്സിന് ഒരാൾ, കെമിസ്ട്രിക്ക് ഒരാൾ, ബയോളജിക്ക് ഡോക്കിൻസ് നോക്കാം, അങ്ങനെയൊന്നും ആവരുത്. ഓരോ മേഖലയിലും ഒന്നിലധികം ആളുകളെ ആശ്രയിക്കുക. പിന്നെ ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞരോട് ചിലപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഈ ഞാൻ പറഞ്ഞ ഗവേഷണ പ്രബന്ധങ്ങൾ വായിക്കാൻ പറഞ്ഞു, ഈ ഓരോ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ഇതിൻ്റെ അകത്തും കറസ്പോണ്ടിങ് ഓതർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു ഇമെയിൽ ഐ ഡി ഇവർക്ക് അയച്ചു കൊടുക്കാം, നമുക്ക് മെയിലുകളായിട്ട്. ചില ആളുകൾ മൈൻഡ് ചെയ്യൂല. പക്ഷെ നിങ്ങൾ 10 ആൾക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ തിരിച്ച് നിങ്ങളോട് നിങ്ങൾ പറയുന്ന സംശയങ്ങൾക്കൊക്കെ ഇതാണ് സാർ മറുപടി എന്നുള്ള രീതിയിൽ തിരിച്ചയക്കാനുള്ള സാധ്യത. കാരണം ചില സയൻറ്റിസ്റ്റുകൾക്ക് ആളുകളെ പറഞ്ഞു കൊടുക്കുന്നതിനോട് അല്ലെങ്കിൽ അവരെ വിദ്യാഭ്യാസം നടത്തുന്നതിനോട് താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു മെയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ശാസ്ത്രജ്ഞനോട് നേരിട്ട് ചോദിക്കുന്നത് തന്നെ നല്ലതാണ്. അപ്പോൾ ചിലരെങ്കിലും മെയിലുകൾക്ക് പറ്റും. പിന്നെ കപടശാസ്ത്രത്തിന് ചില ലക്ഷണങ്ങളുണ്ട്, സ്യൂഡോ സയൻസിന് ചില സിഗ്നേച്ചർ സാധനങ്ങളുണ്ട്. അത് ഞാൻ മുമ്പ് പലവട്ടം ശാസ്ത്രവും കപടശാസ്ത്രവും എന്ന് പറഞ്ഞ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത് പലയിടത്തും കാണാം എന്താണ് സ്യൂഡോ സയൻസിൻ്റെ ചില സിഗ്നേച്ചർ. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വേണമെങ്കിൽ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ പറയാനുള്ള കൺക്ലൂഷനിലേക്ക് പോകാം. ആശയങ്ങൾ പങ്കിടാം, ആശ്രിതരാകുകയില്ല. അപ്പം നമ്മൾ ഈ ഐഡിയകൾ ഷെയർ ചെയ്യുകയാണ് എപ്പോഴും ചെയ്യുന്നത്, യുക്തിവാദ പരിപാടികളിൽ എപ്പോഴും ചെയ്യുന്നത്. കാരണം അയാൾ ഒരു ഇന്ന ആൾ പറഞ്ഞു, അയാൾ മഹാനാണ്, ഇന്നതുകൊണ്ട് അത് ശരിയാവില്ല. പറഞ്ഞത് ആരായാലും. പക്ഷേ നമ്മളൊരാശയം ഒരാളിൽ നിന്ന് കടം കൊള്ളുമ്പോൾ, ഒരാളുടെ വാക്കുകൾ തന്നെ നമ്മൾ കടം കൊള്ളുക വയ്ക്കുകയാണ്. അപ്പം അത് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അവിടെ ഫൈനൽ ഭയങ്കര സംഭവമായതുകൊണ്ടല്ല ഞാൻ ഫൈനലിൻ്റെ വാക്കുകൾ കടം കൊണ്ടപ്പോൾ ഫൈനലിൻ്റെ ആണെന്ന് പറഞ്ഞു. ആ വാക്കുകൾ നല്ല വാക്കുകളാണ്, അതിവിടെ എടുക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ എടുക്കുമ്പോൾ അത് പറയേണ്ട മര്യാദ എനിക്കുണ്ട്, അത് ഞാൻ പറഞ്ഞു. അത് ചെയ്യേണ്ടതുണ്ട്. യുക്തിവാദം എന്ന് പറയുന്ന ഒരു സയൻസ് പോലൊരു സാമൂഹിക പ്രവർത്തനമാണ്. നമ്മൾ ആശയങ്ങൾ മോഷ്ടിക്കരുത്. നമ്മൾ എവിടെ നിന്ന് ആശയങ്ങൾ പറഞ്ഞു, ഇന്ന ഇടത്തു നിന്നാണ് ആശയങ്ങൾ പറഞ്ഞത്, ഇന്ന ആളാണ് എനിക്കത് തന്നത് എന്നെപ്പോഴും പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ, ഈ ആളുകളെ മഹാന്മാരാക്കുന്നില്ല എന്നുള്ളത് എന്താ, ഈ നമ്മൾ ആരെയും മെൻഷൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ആർക്കും നന്ദി വേണ്ട എന്നുള്ള കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ നമുക്കതങ്ങ് അവസാന സ്ലൈഡാണ്. വ്യക്തികളല്ല, യുക്തിവാദമാണ് ഇവിടെ പ്രാധാന്യമുള്ളത് എന്നുള്ളത്. യുക്തിവാദം എന്ന് പറയുന്നത് സാമൂഹിക സഹാനുഭൂതിയുടെ പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പിന്തുണയ്ക്ക് ആളുണ്ടാകും എന്ന് അറിയുന്നതിനെ പരസ്പരം പിന്തുണയ്ക്കുന്നതാണ്. അതായത് നമ്മളുടെ ഒരു സാമൂഹിക സോഷ്യൽ കമ്മ്യൂണൽ കമ്പാഷൻ്റെ ഭാഗമാണ് യുക്തിവാദം അല്ലെങ്കിൽ സ്കെപ്റ്റിസിസം എന്നാണ് UK സ്കെപ്റ്റിക് മാഗസിൻ്റെ എഡിറ്ററായിട്ടുള്ളതാണ് മൈക്കൽ മാർഷ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചില ആളുകൾ ചിലപ്പോൾ പരിചയമുണ്ടാകും, ഒരുപാട് ആൾക്ക് പരിചയമുണ്ടാകും. മൈക്കൽ മാർഷ് ഒരു പ്രാസംഗികനും യുക്തിവാദിയൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യുക്തിവാദം എന്ന് പറയുന്നത് എനിക്ക് തെറ്റുപറ്റുമ്പോൾ നിങ്ങളെ തിരുത്തും എന്നുള്ള പ്രതീക്ഷയും, നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് ഞാൻ തിരുത്തും. അങ്ങനെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ തിരുത്തി പരമാവധി കൂടുതൽ കാര്യത്തിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു എന്താ പറയുക, സഹാനുഭൂതിയുടെ പ്രവർത്തനം. എനിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് എന്നോടും തോന്നുന്നൊരു കമ്മ്യൂണൽ കമ്പാഷൻ, അതാണ് യുക്തിവാദം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു നമ്മൾ മുൻപ് എന്താ വിചാരിക്കുന്നവരെ നമ്മൾ ഒരു +2 ആദ്യമായിട്ട് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ ഞാനൊരു 10ഒക്കെ ആകുമ്പോഴാണ് ആദ്യമായിട്ട് നിരീശ്വരവാദത്തിലാവുന്നത്. അപ്പോൾ വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് നമ്മളൊരു യുക്തിവാദ ചിന്ത പോകുന്നത്. അങ്ങനെയല്ലാതെ പരസ്പരം അറിവുകൾ പങ്കിട്ട് കൂടുതൽ ഇതായിട്ട് നിൽക്കുക എന്നുള്ള, പരസ്പരം സഹായിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും മുകളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സഹകരിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ ഏറ്റവും മുകളിൽ ഒരു മഹാപുരുഷനോ വീരപുരുഷനോ വിളിച്ചാൽ ചോദ്യം ചെയ്യാൻ പെടാത്തവരായി ആരും ഇതിൽ. ഇതാണ് യുക്തിവാദത്തെ ഒരു പൊതുരീതി എന്നാണ് ഇത്.